ഹായ് ഗൈസ് അങ്ങനെ ദുരന്തർ ദി റിവെഞ്ച് റിലീസായിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദുരന്തറിൻ്റെ ആദ്യ പടം ഇറങ്ങിയതിൻ്റെ ഓളവും ചൂടും ഒക്കെ മാറുന്നതിന് മുൻപെയാണ് രണ്ടാം പടം ഇറങ്ങിയിരിക്കുന്നത്. സോ ആദ്യ പടം തന്ന ഗൂസ് ബോംബ് ആ ഒരു ഓളമായിട്ട് തന്നെയാണ് രണ്ടാം ഭാഗവും തിയേറ്ററിലെത്തിയത്. എന്നാൽ ആദ്യ പടത്തെ തന്നെ മറികടന്നിരിക്കുകയാണ്. എന്താ പറയുക, ഒരു പക്ക മാസ് എൻ്റർടൈനർ മൂവി. തിയേറ്ററുകളിൽ ആളുകളെ പിടിച്ചിരുത്തുമെന്നത് യാതൊരു സംശയമില്ല. ഒട്ടും ബോറടിപ്പിക്കാതെയാണ് പടത്തിന്റെ കഥ മുന്നോട്ട് പോയതെന്ന് പറയാം. 4 മണിക്കൂറോളമാണ് പടത്തിലെ ഡ്യൂറേഷൻ. അത്രയും മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്നത് തന്നെ ബോറാണ്. എന്നാൽ ഇവിടെ അത്രയും മണിക്കൂർ ലാഗ് അടിച്ചില്ല എന്നത് തന്നെ ഈ പടത്തിൻ്റെ പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക പടങ്ങൾ എന്താ പറയുക, ഒരു പടം ഇറങ്ങി അത് ഹിറ്റായാൽ ഉടനെ അതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കിക്കൊള്ളാം. ദുരന്തറിൻ്റെ രണ്ടാം പടം ഇറങ്ങുന്നതിന് മുൻപ് ആദ്യം ഞാനിങ്ങനെ ഡൗട്ട് അടിച്ചു. പക്ഷെ പടം കണ്ടപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഈ പടത്തിൽ രൺവീർ സിംഗിന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ കഴിയില്ല. ജസ്കിരാജ് സിംഗ് റാങ്കി എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യൻ ആർമിയിൽ നിന്നും പിന്നീട് ശത്രുക്കളുടെ പക്ഷത്തു നിന്നും ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഹംസ അലി മസാരി എന്ന പേരിൽ അണ്ടർ കവർ ഏജൻ്റായിട്ടുള്ള യാത്രയിൽ അവിടെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതു പടത്തിലെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഈ പടത്തിൽ അഭിനയിച്ചവർ അവർക്ക് കൊടുത്ത റോൾ നന്നായിട്ട് ചെയ്തു എന്ന് പറയാം. പിന്നെ പടത്തിലെ മേക്കിംഗ്, BGM, എഡിറ്റിംഗ്, VFX, വയലൻസ്, ആക്ഷൻ സീക്വൻസസ് എല്ലാം തന്നെ ഈ പടത്തെ മികച്ചതാകുകയാണ്. ആദിത്യ ധാർ തൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ പീക്ക് ലെവൽ എന്ന ഈ പടത്തെ വിശേഷിപ്പിക്കാം. പിന്നെ ഈ പടത്തിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ക്യാമിയോസും മ്യൂസിക് എലമെൻസും എല്ലാം കൊണ്ടും ഒരു സ്റ്റൈലിഷ് മാസ് എൻ്റർടൈനർ മൂവി എന്ന് പറയാം. ഈ പടം ഇറങ്ങിയപ്പോൾ തന്നെ കേൾക്കുന്നതാണ്, ഇതൊരു പ്രോപ്പഗാൻഡ പടമാണ്, BJPയും ഒക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇറക്കിയതാണ്, അവരുടെ പാർട്ടിയാണല്ലോ രാജ്യം ഭരിക്കുന്നത് എന്നിങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ദുരന്തർ ദ റിവെഞ്ച് പോലുള്ള സിനിമകൾക്ക് ദേശസ്നേഹം, സ്പൈ, ആൻറ്റി എനിമി നാരറ്റീവ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചിലർക്കത് പ്രോപ്പഗാൻഡ പോലെ തോന്നാം. എനിക്കൊന്ന് പറയാനുള്ളൂ, ഇതിനൊക്കെ ചെവി കൊടുക്കാതെ സീ ഫോർ യുവർ സെൽഫ്, സ്വന്തമായി ജഡ്ജ് ചെയ്യൂ. മൊത്തത്തിൽ ഈ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അമേസിംഗ് തിയേറ്റർ എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.